സോ ഹലോ എവരി വൺ, എന്റെ പേര് ജിബിൻ എന്നാണ്. അപ്പോ കൊല്ലമാണ് സ്ഥലം. ഞാൻ കറന്റ് വർക്ക് ചെയ്യാണ്. ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്, പബ്ലിക് റിലേഷൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് വെൽമോണ്ട് ഹോസ്പിറ്റലിലാണ്. ഞാൻ പഠിച്ചെന്ന് പറയുമ്പോൾ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു. അതിനുശേഷം ഞാൻ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഡിപ്ലോമ ചെയ്തു. എന്നിട്ടാണ് ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ ഇറങ്ങിയത്. പക്ഷെ ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് അബ്രോഡ് പോയിട്ട് ഗുണമുള്ളെന്ന്. അപ്പൊ ഞാൻ ഇഗ്നോയില് ഡിസ്റ്റന്റ് ആയിട്ട് MBA എടുത്തു. MBA in HR ആണ് എടുത്തത്. ആ ടൈമിന് ഞാൻ അറിഞ്ഞിരുന്നില്ല, കാരണം എനിക്ക് ജോബും അതേപോലെ ഈ സ്റ്റഡിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ ഞാൻ കുറെ നോക്കിയപ്പോഴാണ് എനിക്ക് യൂട്യൂബിൽ ലേൺ വൈസ് എന്ന് പറയുന്ന ഇവരുടെ ഒരു പേജ് കാണുന്നത്. അങ്ങനെ പിന്നെ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ അവരെനിക്ക് ഒരു മെന്ററിനെ തന്നു. എന്റെ മെന്ററിന്റെ പേര് സ്നേഹ എന്നാണ്. പുള്ളിക്കാരി എന്ന് പറയുമ്പോൾ എപ്പോഴാണെങ്കിലും എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കാരണം എനിക്ക് എന്റെ ജോബിന്റെ കാര്യങ്ങൾ പുള്ളിക്കാരിക്ക് അറിയാം. ലേൺ വൈസിന്റെ ഫീഡ്ബാക്ക് പറയുവാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ജോബും അതുപോലെ എന്റെ സ്റ്റഡിയും ഒരുമിച്ച് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് സെമ്മിൽ റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാത്തിനും പാസ്സായിട്ടുണ്ട്. കാരണം അവര് നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് എപ്പോഴും അവൈലബിൾ ആവാൻ പറ്റത്തില്ല ലൈവ് ക്ലാസ്സസിന്. കാരണം ഹോസ്പിറ്റൽ ഡ്യൂട്ടി എനിക്ക് ടൈം ഷിഫ്റ്റ് ചേഞ്ച് വരാറുണ്ട്. പക്ഷെ അതെനിക്കൊരു കുഴപ്പമില്ല. കാരണം എന്ന് പറയുമ്പോൾ ഇവരുടെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. എനിക്കത് കണ്ടാലും പഠിക്കാൻ പറ്റും. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യം. കാരണം കുറെ പേർക്ക് ലൈവ് ക്ലാസ് കയറാൻ പറ്റത്തില്ല. അപ്പോൾ എന്തുകൊണ്ടും ഈ റെക്കോർഡ് ക്ലാസ് ഉള്ളത് നല്ലതാണ്. എന്റെ അടുത്ത് വെച്ചാൽ ലേൺ വൈസ് എടുത്തോണ്ട് മാത്രമാണ് എനിക്കിപ്പോ വർക്കും അതേപോലെ സ്റ്റഡിയും രണ്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ടും ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലേൺ വൈസ് റെക്കമെൻഡ് ചെയ്യും. ഇത് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തതാണ്. കാരണം എനിക്കറിയാം, ഞാൻ 9 hours ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അതിനുശേഷം എനിക്ക് പഠിക്കാന്ന് പറയുമ്പോൾ ഇച്ചിരി ടാസ്കാണ്. അപ്പോൾ ലേൺ വൈസ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായത് മാത്രമാണ് എനിക്കിപ്പോൾ ഫസ്റ്റ് സെം പാസ്സാവാൻ പറ്റിയത്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്തായാലും നിങ്ങൾ ഉറപ്പായും ലേൺ വൈസ് എടുക്കാം. നിങ്ങളിപ്പോൾ ഒരു ജോബ് ഉള്ള ആളാണെങ്കിൽ മസ്റ്റായിട്ട് എടുക്കുക. കാരണം അല്ലെങ്കിൽ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല, നല്ല പാടാണ്. കാരണം അസൈൻമെന്റ് ഡേറ്റ്, എക്സാം ഡേറ്റ്, രജിസ്ട്രേഷൻ ഡേറ്റ്, ഇങ്ങനത്തെ ഡേറ്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് വിട്ടുപോകും ജോബ് ഉണ്ടെങ്കിൽ. പക്ഷെ ഇവർ നമുക്ക് റിമൈൻഡ് ചെയ്യും. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാൻ വിട്ടുപോകുന്ന കാര്യങ്ങൾ അവർ എന്നെ വിളിച്ച് ഓർമ്മിപ്പിക്കും. എൻ്റെ മെന്റർ സ്നേഹ എന്ന് പറഞ്ഞ പുള്ളിക്കാരി. അതുകൊണ്ട് എന്തുകൊണ്ടും ലേൺ വൈസ് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. താങ്ക് യു ഗൈസ്.